ومن يعظم شعائر الله فإنها من تقوى القلوب. പരിശുദ്ധമായ ഇസ്ലാം അനുവദിച്ച, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നല്ല കാര്യങ്ങളെയെല്ലാം ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ തഖ്വയുടെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളേറെ അയ്യുൽ അഅ്മാലി അഫ്ളലു, ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാണ് നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ തഅലീമു മാ അല്ലമഹുല്ലാഹു വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്, അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു തആല നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരമായി കാണുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈമാനിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലൂടെ മഹാന്മാരായ ഇമാമുമാരുടെ ചർച്ചയിലൂടെ കിതാബുകളിലുമെല്ലാം നമുക്ക് വ്യക്തമായ ഒന്നാണ് ദഫ് മുട്ടുക എന്നുള്ളത്. മഹാന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വളരെ വ്യക്തമായ സൂചിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം മഹാന്മാർ സൂചിപ്പിച്ചിട്ടും ഉണ്ട്. മ്യൂസിക്കിൻ്റെയും ഗിറ്റാറുകളുടെയും വലിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളായ നമ്മുടെ കല്യാണങ്ങൾ, നമ്മുടെ വീടുകൂടലുകൾ, നമ്മുടെ ക്രാഡൽ സെറമണികളെല്ലാം പരിശുദ്ധ ഇസ്ലാം പച്ചയായി ഹറാമാക്കിയ മ്യൂസിക്കുകളും ഗാനമേളകളും ചണ്ടകൊട്ടലുകളും എല്ലാം കൂടിക്കലർന്നുകൊണ്ട് ഏറ്റവും നല്ല കല്യാണങ്ങളും വീട്ടിലെ ചടങ്ങുകളും ആചാരങ്ങളുമെല്ലാം ഹറാമിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നടന്നു പോകുന്ന സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദഫ് എന്താണ് എന്ന്, അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്ന് ഓരോ മുസ്ലിമും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട, അതനുസരിച്ച് ജീവിക്കേണ്ട കടപ്പാട്, ബാധ്യത നമുക്കുണ്ട്. ദഫ് മുട്ടുക എന്നുള്ളത് അനുവദനീയമാണ്. മഹാനായ ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലും കർണാടകയിലും ദക്ഷിണേന്ത്യയിലുമെല്ലാം മസ്അല നോക്കാൻ വേണ്ടി, ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അവലംബിക്കുന്ന, റെഫറൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ 10 ഭാഗങ്ങളുള്ള 9 മാസം കൊണ്ട് മഹാനവരുകൾ എഴുതിയ കിതാബാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ആ തുഹ്ഫക്ക് തന്നെ ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഒരുപാട് മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ഇബ്നു ഹജർ ലൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞു, വയജൂദു ദഫ്, ദഫ്, ദുഫ് എന്നാണ് അറബിയിലൊക്കെ എഴുതിയിട്ട് കാണുക. ദഫ് മുട്ടൽ അനുവദനീയമാണ്. വസ്തിമാഉഹു, അതിനെ കേൾപ്പിക്കലും കേൾക്കാൻ വേണ്ടി പോകലും കാണലും ഒക്കെ അനുവദനീയമാണ്. ലിഉറുസിൻ, കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ചടങ്ങുകളിൽ ദഫ് മുട്ടൽ അനുവദനീയമാണ്. അതിന് മഹാനവരുകൾ തെളിവായി പറഞ്ഞത് ലിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖറ ജുവൈരിയാത്തിൻ, ചെറിയ ചെറിയ പെൺകുട്ടികൾ മദീനത്ത് വെച്ച് ദഫ് മുട്ടിയിരുന്നു. എപ്പോൾ? ലറബ് നബി ഹീന ബന അലിയുൻ ബി ഫാത്തിമത റളിയല്ലാഹു അൻഹുമ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും റളിയല്ലാഹു അൻഹയുടെയും കല്യാണത്തിൻ്റെ ദിവസം മദീനത്തെ ചെറിയ ചെറിയ പെൺകുട്ടികൾ ബദരീങ്ങളുടെ മദ്ഹ് പാടി ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ബദരീങ്ങളുടെ മദ്ഹ് പാടിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടികൾ പാട്ട് ചേഞ്ച് ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, ഒരു നബിയുണ്ട്, നാളെ എന്താണ് നടക്കുന്നത് എന്ന് ആ നബി അറിയുന്നതാണ് എന്ന് പറഞ്ഞ് ദഫ് മുട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദഈ ഹാദ, എന്നെപ്പറ്റി നിങ്ങൾ പറയണ്ട, വഖൂലി ബില്ലദീ കുൻത തഖൂലീന, നിങ്ങൾ ഏതാണോ ആദ്യം പാടിക്കൊണ്ടിരുന്നത്, നിങ്ങളുടെ കുടുംബക്കാരായ ബദരീങ്ങളുടെ മഹത്വമാണല്ലോ നിങ്ങൾ ആദ്യം പാടിയത്, അത് തന്നെ പാടിക്കോളി. അതിനർത്ഥം എൻ്റെ മദ്ഹ് പറയേണ്ടെന്നല്ല, ഇപ്പോൾ കല്യാണത്തിൻ്റെ വീടുകളാണ്, നിങ്ങളുടെ കുടുംബക്കാരുടെ മദ്ഹാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് തന്നെ പറയാവുന്നതാണ് എന്ന് അതിനുവേണ്ടി സമ്മതം കൊടുക്കുകയും ചെയ്തു. നമ്മളിവിടെ പഠിക്കേണ്ടത്, ദഫ് മുട്ടുമ്പോൾ തങ്ങളത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല,
ദഫ് അനുവദനീയമാണ് എന്നതിന് മഹാന്മാരായ പണ്ഡിതന്മാർ അത് തെളിവ് കൊണ്ടുവന്നു. മാത്രമല്ല, ഹലാലായ നിക്കാഹിൻ്റെയും ഹറാമായ നിക്കാഹിൻ്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഹലാലായ നിക്കാഹിൻ്റെ അനുവദനീയമായ കാര്യങ്ങളിലൊന്നാണ് അൽ-ലർബു ബിദ്ദഫി, ദഫ് മുട്ടുക എന്നുള്ളത്. അതിന് തെളിവായി മഹാന്മാർ പറഞ്ഞത് അഅ്ലിനു ഹാദൻ നിക്കാഹ്, നിക്കാഹ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിക്കാഹ് രഹസ്യമായി ചെയ്യേണ്ട ഒന്നല്ല. നിക്കാഹ് പബ്ലിക്കിൽ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട്, നാട്ടുകാർക്ക് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട്, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തേണ്ട ഒന്നാണ് നിക്കാഹ് എന്നുള്ളത്. അഅ്ലിനു നിക്കാഹ, നിക്കാഹിനെ നിങ്ങൾ പബ്ലിസിറ്റി ചെയ്യണമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി പറഞ്ഞു, വജഅലൂഹു ഫിൽ മസാജിദി, നിക്കാഹ് നിങ്ങൾ പള്ളിയിലാക്കലാണ് ഏറ്റവും നല്ലത്. മൂന്നാമത് പറഞ്ഞു വളിരിബു അലൈഹി ബിദ്ദുഫി, നിങ്ങൾ എന്ത് ചെയ്യുക, ആ നിക്കാഹിന്റെ ദിവസം ദഫ് മുട്ടുകയും ചെയ്യുക. നിക്കാഹിന്റെ ഏറ്റവും നല്ല പ്ലാനിങ് പറഞ്ഞു തരുമ്പോൾ എല്ലാവരെയും വിളിക്കണമെന്ന് പറഞ്ഞു, പള്ളിയിലാകണമെന്ന് പറഞ്ഞു, ദഫ് മുട്ടിക്കോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദഫിന് വളരെ പ്രോത്സാഹനം നൽകി. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പലരും പറഞ്ഞു, അങ്ങനെ അനുവദനീയമാണ് എന്ന് മാത്രം പറയേണ്ടതല്ല, സുന്നത്താണ് ദഫ് മുട്ടൽ എന്ന് പറയെങ്കിലും ഏറ്റവും നല്ലത് അതാണ് എന്ന് ചർച്ച ചെയ്ത് പറഞ്ഞു. നിക്കാഹിന് വേണ്ടി, അതുപോലെ തന്നെ കുട്ടികളുടെ സുന്നത്ത് കല്യാണത്തിന് വേണ്ടി, അതുപോലെ മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങൾ, കുടുംബത്തിൽ ചെയ്യുന്ന, നാട്ടിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, ആലിമീങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, നേതാക്കൾ വരുമ്പോൾ, മദീനത്തെ പള്ളിയിലേക്ക്, മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തുന്ന സമയത്ത് ദഫ് മുട്ടി ത്വലഅൽ ബദ്റു അലൈനാ ചൊല്ലി അവിടുത്തെ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ദഫ് മുട്ടൽ അനുവദനീയമാണ് എന്നും അല്ല ദഫ് മുട്ടൽ സുന്നത്താണ് എന്നും പറഞ്ഞ മഹാന്മാർ ഉണ്ട്. അപ്പോൾ ദഫ് ഇസ്ലാമിൽ ഉള്ളത് തന്നെയാണ്, അത് പുതിയതായി ആരും കൊണ്ടുവന്നതല്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദഫ് കൂട്ടുന്ന കൂട്ടുകാരോട്, അതിന് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളോട്, അതിന് പ്രോത്സാഹനം നൽകുന്ന മുഅ്മിനീങ്ങൾ അറിയേണ്ടത്, ദഫ് കയ്യിലുണ്ട് എന്ന് കാരണം കൊണ്ട് ദഫിൻ്റെ നേരെ ഓപ്പോസിറ്റായി മഹാന്മാർ പറഞ്ഞു റഖ്സ് എന്നൊരു സംഭവമുണ്ട്. റഖ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്ന രൂപത്തിൽ ആടലും കുഴയലും, അതൊരിക്കലും ഇസ്ലാം ഹലാലാക്കിയിട്ടില്ല, ഹറാമാണ്. അതുകൊണ്ട് ദഫ് കയ്യിലുണ്ട് എന്നതുകൊണ്ട് സ്ത്രീകൾ നൃത്തമാടുന്നത് പോലെ, സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നത് പോലത്തെ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഡാൻസിലേക്ക് എത്തുന്ന രൂപത്തിൽ ദഫ് മുട്ടൽ കടുത്ത ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത് കാണാം. അതുപോലെ തന്നെ ദഫിന് വലിയ മഹത്വമുള്ളത് കൊണ്ട് അനാവശ്യമായി ദഫ് മുട്ടലും അത് അദബ് കേടാണ് എന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, ഏത് വിഷയങ്ങളായാലും ഏത് സംഗമങ്ങളായാലും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടായാൽ അതിനെല്ലാം നമുക്ക് പ്രതിഫലം ആഖിറത്തിലും ദുനിയാവിലും അനുഭവിക്കാനാകും. ആ രീതിയിൽ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമായി അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാനാണ്. റജബിൻ്റെയും റമദാൻ മാസത്തിൻ്റെയും ഇടയിൽ ഒരു മാസമുണ്ട്. ആ മാസത്തിനെ കുറിച്ച് ജനങ്ങളെല്ലാം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ മാസത്തിലാണ് മനുഷ്യൻ്റെ നന്മതിന്മകളെല്ലാം അള്ളാഹുവിലേക്ക് എത്തിക്കപ്പെടുന്നതും ഒരു വർഷത്തേക്കുള്ള മനുഷ്യൻ്റെ എല്ലാ റിസ്കുകളും റബ്ബ് നിശ്ചയിക്കുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ. ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. റജബ് തൗബയുടെ മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ശരീരത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മാപ്പ് ചോദിച്ച് പരിശുദ്ധമായ ശഅബാനിൽ സ്വലാത്ത് കൊണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട്, അവിടുത്തെ സുന്നത്തുകൾ ധാരാളം ചെയ്യൽ കൊണ്ട് പരിശുദ്ധമായ റമളാൻ വരുമ്പോഴേക്ക് ശരീരവും മനസ്സും ശുദ്ധിയാക്കി ഇബാദത്തുകൾക്ക് റമളാനിന് ഒരുങ്ങാൻ വേണ്ടിയാണ് ശഅബാൻ മാസം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുള്ളത്. നല്ല നല്ല രാത്രികൾ, നല്ല നല്ല പകലുകൾ, നല്ല നല്ല സമയങ്ങൾ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളിൽ, നമ്മുടെ തിരക്കുകൾക്കിടയിൽ അള്ളാഹു ബഹുമാനിച്ച, അല്ലാഹു തആല ധാരാളം ഓഫറുകൾ തന്ന, ധാരാളം പ്രതിഫലങ്ങൾ നൽകിയ സമയങ്ങളും ദിവസങ്ങളും ഒന്നും
നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് മാത്രം ഈ വൈകിയ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ജീവിക്കുന്ന കാലത്തോളം അവൻ പൊരുത്തപ്പെടുന്ന സാലിഹീങ്ങളായി ജീവിച്ച് ഈമാനോടെ സുന്നിയായ മുഅ്മിനായി ഈമാനോട് കൂടി മരിച്ച് അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്ക് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കെല്ലാവർക്കും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വാക്യം കൊണ്ട് ഈ ധന്യമായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജ്ഞാനമാണ് ഇസ്ലാമിന്റെ ജീവനാടി. ഉജ്ജ്വലമായ വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ ലോകത്ത്